ആറളം വന്യജീവി സങ്കേതത്തിൽ കൗതുകമുയർത്തി ആൽബട്രോസ് ശലഭങ്ങളുടെ ദേശാടനം. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ശലഭങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ശലഭ നിരീക്ഷണം നടത്തിയതിലൂടെ 5 മിനിറ്റിനുള്ളിൽ 12,000-ഓളം ശലഭങ്ങളുടെ ദേശാടനം കണ്ടെത്തി. ആറളം വന്യജീവി സങ്കേതം ഇപ്പോൾ ശലഭങ്ങളുടെ ലോകമാണ്. പുഴയോരത്ത് ശലഭങ്ങൾ മഡ് പഡ്ലിംഗ് നടത്തുന്ന മനോഹരമായ കാഴ്ച കാണാം. അതും മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് പൂമ്പാറ്റകൾ. 25 വർഷമായി നടന്നുവരുന്ന ചിത്രശലഭ സർവേയിലാണ് ഏറ്റവും കൂടുതൽ ആൽബട്രോസ് ശലഭങ്ങളുടെ സഞ്ചാരം ഇത്തവണ കണ്ടെത്തിയത്. നവംബർ മാസത്തിൽ നിന്നും തുടങ്ങി മാർച്ച് വരെ നീണ്ടു നിൽക്കുന്ന ആൽബട്രോസ് എന്ന് പറയുന്ന പൂമ്പാറ്റകളുടെ ഒരു വളരെ കൗതുകകരമായ ഒരു മൈഗ്രേഷൻ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതായത് കുടക് മലനിരകളിൽ നിന്നും ആരംഭിച്ച് ചീങ്കണ്ണി പുഴ വഴി എങ്ങോട്ടോ എന്നറിയാതെ പറന്നു പോകുന്ന ഒരു കൂട്ടം എന്നല്ല, ലക്ഷക്കണക്കിന് ആൽബട്രോസുകൾ പറന്നു പോകുന്നതായിട്ട് കാണാം. ആൽബട്രോസ് ശലഭങ്ങളുടെ കൂട്ടം ചേരലും ഈ വർഷം വർദ്ധിച്ചു. 10,000-ഓളം ശലഭങ്ങൾ വരെ ചിലയിടങ്ങളിൽ കൂട്ടം കൂടിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ തുടർച്ചയായി ചിത്രശലഭ ദേശാടനവും കണക്കെടുപ്പും നടത്തുന്നത് ആറളം വന്യജീവി സങ്കേതത്തിൽ മാത്രമാണ്. പുള്ളിവാലൻ, ബുദ്ധമയൂരി, റോസി, തളിർനീലി, ഒക്കിലശലഭം, മലബാർ റോസ് തുടങ്ങിയ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന 17 ശലഭങ്ങളെ സർവേയിൽ കാണുകയുണ്ടായി. അതേസമയം വൈവിധ്യങ്ങളായ ശലഭ ഇനങ്ങൾ കാണപ്പെടുന്ന ആറളത്തെ ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ജനം, കണ്ണൂർ. ചിത്രശലഭങ്ങളെ പറ്റിയുള്ള വളരെ മനോഹരമായ ഒരു വാർത്തയാണ് നമ്മൾ കണ്ടത്.